ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമർ KV സംവിധാനം ചെയ്ത സർക്കിട്ട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആസിഫ് അലി, ദീപക് പരമ്പോൾ, ദിവ്യ ശശികുമാർ, ജെഫ്രോൺ. ബാലുവായി എത്തുന്ന ദീപകിൻ്റെയും സ്റ്റെഫിയായി എത്തുന്ന ദിവ്യപ്രഭയുടെയും മകനാണ് ജെഫ്രോൺ. ആസിഫ് അലി ഇതിൽ അമീർ എന്ന കഥാപാത്രത്തെ ചെയ്യുന്നു. UAE താമസിക്കുന്ന ഒരു മലയാളി ദമ്പതികളുടെ ADHD ബാധിതനായ മകനും അതേ നഗരത്തിൽ വിഷമിച്ച് ജോലി തേടി നടക്കുന്ന അമീറിനും ഇടയിലുണ്ടാകുന്ന ബന്ധവും അതിലൂടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് സർക്കിട്ട് ചിത്രം. ജോലി തേടി UAE എത്തുന്ന ഏതൊരു ചെറുപ്പക്കാരനും നേരിടുന്ന എല്ലാ സങ്കീർണതകളും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. വലിയ ഡയലോഗുകൾക്ക് പകരം നിശബ്ദതയാണ് ഈ സിനിമയിൽ കൂടുതൽ സംസാരിക്കുന്നത്. തൊഴിലില്ലായ്മ കൊണ്ട് അമീർ താമസിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയും സംശയനിഴലിൽ പലപ്പോഴും നിൽക്കേണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ താമസിക്കാനായി കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഒരു സ്ഥലത്തെത്തുന്നു. എന്നാൽ മനുഷ്യസ്നേഹിയായ ഒരു ഹോട്ടലുടമ താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള വഴിയൊരുക്കുന്നു. കൂടെ ഡെലിവറി ബോയായും ജോലി ലഭിക്കുന്നു. എന്നാൽ അവിടെ പരീക്ഷണം നിൽക്കുന്നില്ല. സമാനമായി സ്റ്റെഫിക്കും ബാലുവിനും മകൻ്റെ അസുഖം മൂലം കുടുംബ പ്രശ്നങ്ങളും ജോലി സമ്മർദ്ദവും കൂടുന്നു. ADHD അസുഖം തിരിച്ചറിഞ്ഞിട്ടും മകൻ്റെ കൂടെ നിൽക്കാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവർക്ക് കഴിയുന്നില്ല. പ്രതിസന്ധികൾ അമീറിനെയും ജെഫ്രോണിനെയും ഒന്നിപ്പിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അമീറിന് ജെഫ്രോണിൻ്റെ മനസ്സ് ജയിക്കാൻ സാധിക്കുന്നു. സിനിമയുടെ അവസാന ഭാഗത്തിൽ ജെഫ്രോൺ മാതാപിതാക്കളുമായി അമീറിനെ കാണാൻ വരുന്നതായാണ് നിൽക്കുന്നത്. സർക്കിട്ട് ഒരു വേഗത്തിലുള്ള കൊമേഴ്സ്യൽ സിനിമയല്ല. കഥയ്ക്കപ്പുറം ചില ചോദ്യങ്ങൾ നമ്മിൽ പതിപ്പിക്കുന്ന ഒരു യാത്ര. അതാണ് ഈ ചിത്രം.